Hello my dear children, very good morning to all. Welcome to our today's English class. So hope you all are doing well. Moving on to our COVID protocols. Be safe. Don't go outside unnecessarily. Wash your hands frequently. Use sanitizers. We all are now aware about Omicron, isn't it? Yes. Okay. So always be safe. Always be hygienic. Okay. So moving on to our Swamiji's thoughts. Today's quote is, do the best and leave the rest. That means you have to do the best all the time. In the കാര്യം ചെയ്താലും it is necessary that you have to do it the best way. ഏറ്റവും നല്ല രീതിയിൽ വേണം നമ്മൾ എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ ഓക്കെ എന്തായാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ചെയ്യും. Then the result, live. Whether it will be success or whether it will be failure, anyway leave it. നമ്മൾ ചെയ്യാനുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാം അല്ലേ. റിസൾട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ്. ചിലപ്പോൾ സക്സസ് ആവാം, ചിലപ്പോൾ ഫെയിലിയർ ആവാം. യു ഓൾ നോ ദാറ്റ് ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് അല്ലേ. നമ്മുടെ സക്സസിൻ്റെ ഓരോ ചവിട്ടുപടി എത്തണമെങ്കിൽ തോറ്റാണ് നമ്മൾ എത്തുന്നത് അല്ലേ. ഓൾവേസ് റിമെമ്പർ ദാറ്റ്. സോ do the best for everything and leave about the result. Okay, so moving on to today's topic. In the last day we studied noun. Last class we noun aanu പഠിച്ചത്. Today we are going to learn about pronouns. So listen dear children, we are going to deal with lesson 4 in the grammar textbook, page number 19. This is the lesson we are going to grammar topic we are going to learn today. Okay, pronouns. We all studied about nouns. നമ്മൾ noun എന്താന്ന് പഠിച്ചു. What is a noun? Noun is a naming word. Nouns are usually naming words of places, person, thing, animal, etc. അല്ലേ, ഒരു ആളുടെയോ അല്ലെങ്കിൽ സാധനങ്ങളുടെയോ മൃഗങ്ങളുടേതോ പക്ഷികളുടേതോ സ്ഥലങ്ങളുടേതോ ഒക്കെ പേരിനെ നമ്മൾ സൂചിപ്പിക്കാനാണ് nouns യൂസ് ചെയ്യുന്നത്. So today we are going to learn about pronouns. Do you know what is a pronoun? Okay, we can check it now. Okay, take page number 19. I will just read, you can listen. Read about Lima and her family. Listen, here we are going to learn about one girl named Lima and her family. Okay, ലിമയുടെ ഫാമിലിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. I am Lima. This is my family. Listen, I am Lima. Lima എങ്ങനെയാ പറയുന്നത്? I am Lima. അല്ലേ, ഇപ്പം സപ്പോസ് ഐ എം ആസ്കിങ് a name to ദർശന. അപ്പം ദർശനയോട് ഞാൻ പേര് ചോദിക്കുകയാണ്. അപ്പം ദർശന എന്താ പറയാ? വാട്ട് ഈസ് യുവർ നെയിം എന്ന് ഞാൻ ദർശനയോട് ചോദിച്ചാൽ വാട്ട് വിൽ ദർശന സേ? I am ദർശന അല്ലേ, ഞാൻ ദർശനയാണെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ മൈ നെയിം ഇസ് ദർശന അല്ലേ, അങ്ങനെയും പറയും. സോ ലിസൺ, ഇവിടെ ദർശന എന്ന് പറയുന്നത് യു നോ ദാറ്റ് ഇറ്റ് ഇസ് എ നൗൺ അല്ലേ, ഒരാളുടെ പേരാണ്. സോ ഇറ്റ് ഇസ് എ നൗൺ. ദെൻ ഐ ആം ദർശന എന്ന് പറയുമ്പോൾ നമ്മൾ ഐ എന്ന് പറയുന്ന ആ വേർഡ് ഇറ്റ് ഇസ് എ പ്രോനൗൺ. അണ്ടർസ്റ്റുഡ്? ഞാൻ എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. ക്ലിയർ? സോ ദ ഫസ്റ്റ് പ്രോനൗൺ ദാറ്റ് വി സ്റ്റഡി ടുഡേ ഇസ് ഐ. ക്ലിയർ? ഓക്കെ, I am Lima. This is my family. അപ്പോൾ ലിമ എന്താണ് പറഞ്ഞത്? ഞാൻ ലിമയാണ്, ഇതെന്റെ ഫാമിലിയാണ്. ഓക്കെ, നെക്സ്റ്റ്, the picture of a grandfather is given. This is my grandpa. This is my grandpa. He is a doctor. ഇത് എന്റെ ഗ്രാൻഡ്പയാണ്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു ഡോക്ടറാണ് അല്ലേ. Here the word he, നമ്മൾ പുരുഷനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിൽ അല്ലെ, നമ്മുടെ വീട്ടിലെ അച്ഛനോ ചേട്ടനോ അങ്കിളോ അങ്ങനെയുള്ള ആണുങ്ങളെ അല്ലെങ്കിൽ പുരുഷന്മാരെ നമ്മൾ സൂചിപ്പിക്കുന്നത് he യൂസ് ചെയ്തിട്ടാണ്. He is the second pronoun. Understood? First pronoun is I. രണ്ടാമത്തെ pronoun നമ്മൾ പഠിച്ചതാണ് he. Okay, this is my grandpa. He is a doctor. ഇത് ലിമയുടെ ഗ്രാൻഡ്പയാണ് അല്ലേ. അദ്ദേഹം ആരാണ്? He is a doctor. Understood? Then grandma. This is my grandma. She
is a teacher. Listen. നമ്മൾ പുരുഷന്മാരെ സൂചിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ജെൻസിനെ സൂചിപ്പിച്ചപ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? ഹി ആണ് യൂസ് ചെയ്തത് അല്ലേ? സോ ഇഫ് യു ആർ കൺസിഡറിങ് ലേഡീസ്, സ്ത്രീകളെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ മദർ, ഡോട്ടർ, ടീച്ചർ. ടീച്ചർ എന്ന് പറയുമ്പോൾ യു നോ മെയിൽ ടീച്ചേഴ്സ് ആർ ഓൾസോ ദെയർ, ഫീമെയിൽ ടീച്ചേഴ്സ് ആർ ഓൾസോ ദെയർ. സോ വി ക്യാൻ യൂസ് ഹി ആൻഡ് ഓൾസോ ഷീ. ഷീ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? when we are telling about our mother, our sister, then about our auntie, our grandmother, അല്ലേ? ഇങ്ങനെ നമ്മൾ ലേഡീസിനെ അല്ലെങ്കിൽ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന നൗൺസിന് പകരം, അതായത് സ്ത്രീകളെ സൂചിപ്പിക്കുന്ന പേരുകൾക്ക് പകരം ഉപയോഗിക്കുന്ന പ്രോനൗൺ ആണ് she. So here it is she. Understood? I means ഞാൻ, he means അവൻ, she means അവൾ. മനസ്സിലായോ? നമ്മൾ പറയാറില്ലേ അവൾ എവിടെ, അവനെ കണ്ടോ. അപ്പൊ നമ്മൾ പേര് പറയുന്നതിന് പകരം അവൻ, അവൾ എന്ന് യൂസ് ചെയ്യാറുണ്ട്. So that is he, അവൻ, she, അവൾ, and I, ഞാൻ. Is that clear? Okay, then this is my father. ഇതെന്റെ father ആണ്. ലിമ പറയാണ്, ലിമ is telling this is my father. ഇതെന്റെ അച്ഛനാണ്. So for father, which pronoun we will use? He has a shop. അല്ലേ? he ആണ് father എന്ന് പറയുമ്പോൾ നമ്മൾ he ആണ് യൂസ് ചെയ്തത്. he has a shop. അച്ഛനൊരു കടയുണ്ട്. Okay, then this is my mother. ഇതെന്റെ അമ്മയാണ്. So the pronoun used for mother is she. She is a pilot. ആരാണ്? പൈലറ്റ് ആണ്. she is a pilot. Then this is my sister. She is 1 year old. Sister എന്ന് പറയുമ്പോൾ ഗേൾ ആണ് അല്ലേ? ഗേൾസിന് നമ്മൾ എന്താ യൂസ് ചെയ്യാ പ്രോനൗൺ? she. Then sister ആണ്. she is 1 year old. എത്ര വയസ്സുണ്ട്? 1 year old. ഒരു വയസ്സേ ഉള്ളൂ. This is me. ഇതാണ് ഞാൻ അല്ലേ? me means ഞാൻ. ആരാണിത്? ലിമ. This is me. This is my doll. Listen. This is my doll. ഇത് ആരാണ്? എൻ്റെ ഡോൾ ആണ്. It says hello. One more pronoun is there. It. അതെന്താ നമ്മൾ it യൂസ് ചെയ്തത്? Listen. For animals, birds and things we use it. മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാ മറ്റ് സാധനങ്ങൾക്കും ടേബിൾ, ബെഞ്ച്, ചെയർ, ഫാൻ, ബ്ലാക്ക് ബോർഡ്, പെൻ, ഡോൾ, യുവർ ടോയ്സ്, ഇതിനെല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ഇറ്റ് ആണ്. അത് എന്ന് നമ്മൾ പറയാറില്ലേ? അതല്ലേ? ഇപ്പം നമ്മൾക്ക് കാറിൽ പോകണം അല്ലേ? അപ്പം എങ്ങനെയാണ് പോകുന്നത് ചോദിക്കുമ്പോൾ കാറിലാണ് പോകുന്നത്. എവിടെ കാറ്? അവിടെയുണ്ട് കാറ് അല്ലേ? ഏതാണ് കാറ്? അതാണ് കാർ. അങ്ങനെ പറയാറില്ലേ? അതാണ് കാർ. ഇറ്റ് ഈസ് ദ കാർ. So the pronoun used for animals, birds and other things are it. മനസ്സിലായോ? മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റ് സാധനങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ഇറ്റ് ആണ്. Is that clear? One more thing is there. നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഒന്നിൽ കൂടുതൽ. For example, Arush and his brother Nandakishore. ആരുഷും നന്ദകിഷോറും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 2 പേരാണ്. 2 പേരുള്ള കേസസിൽ നമുക്ക് ഹി യൂസ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ എന്ന് പറയാൻ ക്യാൻ വി യൂസ് ഹി? നോ. ക്യാൻ വി യൂസ് ഷീ? നോ. ഇറ്റ് പറ്റുമോ? നോ. ഐ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തൊരു പ്രോനൗൺ ഉണ്ട്. ദാറ്റ് ഈസ് വി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വി ആണ്. അണ്ടർസ്റ്റുഡ്? ഞങ്ങൾ. For example, me and my mother. ഞാനും എൻ്റെ അമ്മയും. ഞങ്ങൾ എന്ന് നമ്മൾ പറയുന്നതിന് പകരം we are using the pronoun we. W-E. Clear? Understood? So now we studied 5 pronouns. 5 pronouns നമ്മൾ പഠിച്ചു. I, he, she, it, we. Understood? Okay. ഇനി ഒന്നുകൂടി ഉണ്ട്. That is ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്കിപ്പോൾ മറ്റുള്ളവരെ പറ്റി പറയാം. ഫോർ എക്സാമ്പിൾ, ദേവിക, മീനാക്ഷി ആൻഡ് വൈഷ്ണവ്. 3 പേരെ കുറിച്ച് ഇപ്പം നമ്മളുടെ ആരവ
Okay, so അവരുടെ മൂന്ന് പേരുടെ പേരെടുത്ത് പറയുന്നതിന് പകരം we will say they, അവർ, അല്ലേ? അവരവിടെ ഇരുന്ന് കളിക്കുകയാണെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. They are playing there, അല്ലേ? അവിടെ നമ്മൾ യൂസ് ചെയ്ത they, THEY, they is also a pronoun. Clear? നമ്മൾ യൂസ് ചെയ്ത they എന്ന് പറയുന്നത് ഒരു pronoun ആണ്. So, how many pronouns we studied? We studied 6 pronouns, that is I, he, she, it, we and they. Is that clear? We use the words he, she and it in the place of nouns. Such words are called pronouns. I, we and they are some more pronouns. നമ്മൾ നൗൺസിന്റെ സ്ഥാനത്തായിട്ട് നൗൺസിന് പകരം ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. 6 പ്രോനൗൺസ് നമ്മൾ പഠിച്ചു. I, he, she, it, we and they. Hope it's clear for you. Okay, dear children, now we are moving on to the exercise, that is page number 21. Match the people with pronouns. Here in the first column you can see the name of some people are there. കുറച്ച് ആൾക്കാരുടെ പേരും ഒരു വേർഡിന്റെ പേരും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് മമ്മി ആൻഡ് ഐ, ഞാനും എൻ്റെ മമ്മിയും എൻ്റെ അമ്മയും. ഓക്കെ, സെക്കൻഡ് ഇസ് നെയിം ഓഫ് എ ഗേൾ, സീമ. തേർഡ് വൺ ഇസ് ദ നെയിം ഓഫ് എ ബോയ്, വിജയ്. ആൻഡ് ലാസ്റ്റ് വൺ നെയിം ഓഫ് എ ബേർഡ്, പീകോക്ക്. ഓക്കെ, ഹിയർ യു ക്യാൻ സീ സം pronouns are written. അല്ലേ, നമ്മൾ പഠിച്ച കുറച്ച് pronouns എഴുതിയിട്ടുണ്ട്. It, he, she, we. It's very simple. You have to match the nouns to its proper pronouns. ഈ തന്നിരിക്കുന്ന nounsൽ നിന്നും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള pronounsലേക്ക് നിങ്ങൾ മാച്ച് ചെയ്യണം. Okay, first one, mummy and I. How many people are here? The first one. എത്ര ആൾക്കാരുണ്ട്? ഒരാളാണോ? Is it one person? No, it is more than one. 2 people are here, isn't it? Mummy and I. മമ്മി ഉണ്ട്, ഞാനും ഉണ്ട്, അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാ പറയാ? ഞങ്ങൾ. So the word used for mummy and I is we. So we have to match it to be. Understood? Next is Seema. Seema is the name of a girl. ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പേരാണ് സീമ എന്ന് പറയുന്നത്. So എന്താണ് അവൾ എന്നാണ് നമ്മൾ pronoun ആയിട്ട് യൂസ് ചെയ്യുക. Isn't it? Yes, so you have to match it to she. She ആണ് സീമയുടെ pronoun. She. Clear? Next is Vijay. It's the name of a boy or it's the name of a male. അല്ലേ, ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ പേരാണ് വിജയ് എന്ന് പറയുന്നത്. So the pronoun used is he. So you have to match Vijay to he. Last one I have told you, whenever we are using a pronoun for animal, bird or thing, you have to use it. അല്ലേ, ആനിമലിനെയോ അല്ലെങ്കിൽ പക്ഷിയെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെയോ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന pronoun it ആണ്. So peacock. Peacock, the pronoun is it. Clear? First, mummy and I, we, Seema, she, Vijay, he and peacock, it. Hope it is clear for you. Now we are moving on to the exercise B. Okay, listen. Next, write he, she or it. You can see some names are given here, some nouns are given here. You have to write the exact pronoun in the blanks given. You have to write he, she or it. He ആണോ, she ആണോ, it ആണോ വരുന്നതെന്ന് അതേ ബ്ലാങ്കിന്റെ പേര് ആൻസേഴ്സ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് is uncle. Uncle എന്ന് പറയുമ്പോൾ ആരാ? നമ്മൾ മാമൻ എന്ന് വിളിക്കുന്നതാണ് uncle, അല്ലേ? So uncle is a male. So the pronoun used for uncle is he. So here you have to write he. Okay, then aunt. Auntie നമ്മൾ പറയാറില്ലേ? That is aunt. Okay, aunt is used for females. അല്ലേ, സ്ത്രീകൾക്കാണ് നമ്മൾ ആന്റി എന്ന് വിളിക്കാറ്, അല്ലെങ്കിൽ aunt എന്ന് പറയാറ്. Isn't it?
പെൺകുട്ടികളെ അവൾ എന്നാണ് പറയാറ്. So it is she. Then father, അച്ഛൻ അല്ലേ? അച്ഛൻ യൂസ് ചെയ്യുന്ന pronoun ഏതാണ്? Father. It is he. Then grandma. Who is grandma? Grandmother. അല്ലേ? നമ്മുടെ അമ്മയാണ്. അച്ഛമ്മ, അമ്മൂമ്മ, അവരൊക്കെയാണ് നമ്മൾ grandma എന്ന് പറയാറ്. Isn't it? Yes. So grandmയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന pronoun ഏതാ? He ആണോ? No, it is she. Next, tiger. Tiger is an animal. So the pronoun used for tiger is it. Tiger ആണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ pronoun യൂസ് ചെയ്യുന്നത് he or she ഒന്നുമല്ല. We will only use it. Okay. Whether the animal is male or female, we are not going to use he or she. We are only using the pronoun it. Don't forget that. Okay. For animals, we are using the pronoun it. Next is cycle. Yes, for cycle also it is a thing. So we are using it. അല്ലേ? അതൊരു സാധനമാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അല്ലേ? ജീവനില്ലാത്ത ഒരു സാധനമാണ്. So for that also we are writing the pronoun it. Then for boy. Boy ആൺകുട്ടി. അല്ലേ? The pronoun used for boy is he. Then last one, car. First example Mr. പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു. The pronoun used for car is it. Okay. So uncle, he, aunt, she, girl, she, father, he, grandma, she, tiger, it, cycle, it, boy, he, and the last one, car, it. Is that clear for you? Don't forget, write. You have to write this in your grammar textbook. Okay? Don't forget to write it. Okay, next we are going to learn the third and fourth one. Granny has a new phone. Dash is a gift from mommy. Who is granny? Are granny? Grandma. Grandmother. Alright, grandmother. She has a new phone. Grandmother put a phone on. Alright. But we underline the word as phone. Phone underline. So the pronoun used for phone is it. It is a thing. So the pronoun is it. It is a gift from mommy. That are the gift ആണ് grandmയ്ക്ക്? മമ്മി കൊടുത്ത gift. Isn't it? So granny has a new phone. ഇവിടെ granny ആണ് underline ചെയ്യുന്നതെങ്കിൽ നമ്മൾ pronoun use ചെയ്യുന്നത് she ആണ്. Okay. Here phone ആണ് underline ചെയ്യുന്നത്. So it is it. Understood? So it is a gift from mommy. Clear? Fourth one. Mrs. Rao is my aunt. Aunt ആണ്. Auntie ആണ്. അല്ലേ? Mrs. Rao. Rao എന്ന് പറയുന്നത് Miss Rao എന്ന് പറയുന്നത് എൻ്റെ aunt ആണ്. Sorry, Mrs. അല്ലാട്ടോ. It is Miss. Miss Rao is my aunt. എൻ്റെ auntie ആണ് ആര്? Rao. Miss Rao എന്ന് പറയുന്നത് എൻ്റെ auntie ആണ്. Dash loves me. Auntie എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അല്ലേ? So auntie എന്ന് നമ്മൾ പറയുന്നതിന് പകരം യൂസ് ചെയ്യുന്ന pronoun ഏതാണ്? For female അല്ലേ? So the pronoun used is she. Miss Rao is my aunt. She loves me. Granny has a new phone. It is a gift from mommy. Understood? So hope it is clear for you. Next page, page number 22. One exercise is given. This one. Fill in the blanks with pronouns. Kando? Or images again to exercise തന്നിട്ടുണ്ട്. And that you have to do it as homework. Another homework I say. It's very simple, I think. You will do. Okay. I am Fazal. ഞാൻ ഫസലാണ്. This is my mother. Dash is a dentist. ഇതെൻ്റെ അമ്മയാണ്. ആരാണ്? Dentist ആണ്. Okay. So here mother. Mother എന്ന് പറയുമ്പോൾ ഏത് pronoun ആണ് യൂസ് ചെയ്യുന്നത് നോക്കുക. Okay. Then father. This is my father. Dash is a news reader. എൻ്റെ അച്ഛനാണ്. ന്യൂസ് റീഡർ ആണ്. TV ചാനലിൽ ന്യൂസ് വായിക്കുന്ന ആളാണ്. ന്യൂസ് റീഡർ. So
Achan, father. So which pronoun is used for father? You have to write it there. Then this is Kamal, dash is my brother. This is Kamal. ഇത് കമലാണ്. ആരാണ് എൻ്റെ സഹോദരനാണ്, എൻ്റെ ബ്രദറാണ്. So you have to think which pronoun is used for brother. ഏതാ യൂസ് ചെയ്യുന്നത്? Yes, you have to write it there. Okay. Then dash are twins. ഞങ്ങൾ ട്വിൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഞങ്ങൾ ഇരട്ടകളാണ്, ട്വിൻസ് ആണ്. സോ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് പ്രോനൗണാണ് യൂസ് ചെയ്യേണ്ടത്? കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി വീണ്ടും യു ഹാവ് ടു തിങ്ക്. ഓക്കെ, കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ആൻസർ എഴുതുക. ഓക്കെ, ആൻസർ എഴുതിയിട്ട് യു ഹാവ് ടു സെൻഡ് ഇറ്റ് ടു മീ. തെറ്റിപ്പോയാലും സാരമില്ല, എനിവേ യു ഹാവ് ടു ട്രൈ. മിസ് നേരത്തെ പറഞ്ഞ പോലെ ഡു ദ ബെസ്റ്റ്, ലീവ് ദ റെസ്റ്റ്. അല്ലെ, നമ്മൾ ഒരുപാട് ചിന്തിച്ച് സ്വാമിജി പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാം. എന്ത് ചെയ്താലും നല്ല രീതിയിൽ ചെയ്യാം, ബെസ്റ്റ് ആയിട്ട് ചെയ്യാം. അല്ലെ, തെറ്റാണോ ശരിയാണോ അത് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ശരിയാക്കാൻ വേണ്ടി ചെയ്യാം. ഓക്കെ, സോ ഡു ദ ബെസ്റ്റ്. ഓക്കെ, ഓക്കെ. ദെൻ ദിസ് ഇസ് കിക്കി, അവർ പെറ്റ് ദാറ്റ് ക്യാൻ ടോക്ക്. ഇത് കിക്കിയാണ്. കിക്കി ഞങ്ങളുടെ പെറ്റാണ്. അല്ലേ, അപ്പോൾ പെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആനിമൽ ആണ്. യു നോ ഇറ്റ്സ് ആൻ ആനിമൽ. സോ ആനിമൽ എന്ന് പറയുമ്പോൾ ഏതാ യൂസ് ചെയ്യണ്ടേ? When my grandparents live in Kochi, dash have come to visit us. പിന്നെ എൻ്റെ ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. സോ യു ഹാവ് ടു റൈറ്റ് വി ആണോ വരുന്നത്? ഞങ്ങൾ എന്ന് പറയുമ്പോഴാണ് വി വരുന്നത്. അതല്ലാതെ നമ്മളൊരു പ്രോനൗൺ പഠിച്ചില്ലേ? യെസ്, അതാണ് എഴുതുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡാഷ് ആർ എ ഹാപ്പി ഫാമിലി. ഞങ്ങൾ സന്തുഷ്ട കുടുംബമാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാ എഴുതേണ്ടതെന്ന് വെച്ചാൽ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ഇൻ ദ ലാസ്റ്റ് വൺ. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ? Okay, my dear children, hope it is clear for you. All the answers except the homework will be sent in the group during our interactive session. Okay, so be there on time during the interactive session. Do the homework and send it to me in my personal WhatsApp number. Homework aanu group like ayikenda. Okay, so as our Swamiji said, do the best and leave the rest. Okay, illa endu cheyidalum best aayittu cheya. Okay, my dear children. Okay, so we'll meet you during the interactive session. Stay safe, stay healthy. Thank you all and have a nice day.